മഹാദേവൻ നമുക്ക് വേണ്ടി കൃപ ചൊരിയുന്നത് എപ്പോഴെന്ന് ഭഗവാൻ നന്ദിയോട് പറഞ്ഞത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യത്തേത്, നമ്മുടെ കർമ്മങ്ങൾ അത് നന്നായി ഇരുന്നാൽ മാത്രമേ ലഭിക്കൂ. ഭക്തരുടെ സങ്കല്പങ്ങൾ പരിഗണിച്ചും ഭക്തർ സ്വീകരിച്ച വഴികൾ അവയുടെ നേട്ടങ്ങൾ ഒരിക്കലും ആധാരമാവുകയില്ല. ഭഗവാന്റെ ഭക്തർ ഭഗവാനെ ആരാധിക്കുവാൻ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതും കണക്കാക്കാറില്ല. മാനദണ്ഡം അതിമനോഹരമായ ക്ഷേത്രവും ഇതിന് ആധാരമല്ല. ഭഗവാൻ ഒരു സ്ഥലത്ത് മാത്രം പരിമിതമായി വസിക്കുകയും ചെയ്യുകയില്ല. ഭഗവാൻ സർവ്വവ്യാപിയാണ്. നിങ്ങൾ നിങ്ങളുടെ അന്തരംഗത്തിൽ ഭഗവാനെ അന്വേഷിക്കാതെ ബാഹ്യലോകങ്ങളിൽ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ഭഗവാൻ നന്ദിയോട് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത്.